ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് കേസുകളിൽ ജാമ്യം നൽകുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി സുപ്രീം കോടതി. ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ മാത്രം ജാമ്യം നൽകിയാൽ മതിയെന്നാണ് കോടതിയുടെ നിർദ്ദേശം. പ്രായമായവരെ ചൂഷണം ചെയ്യുന്ന കൊടും ക്രൂരതയാണ് ഡിജിറ്റൽ അറസ്റ്റ് എന്നും നിരീക്ഷണവും കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. ഡിജിറ്റൽ അറസ്റ്റ് മുതിർന്ന പൗരന്മാരോടുള്ള കൊടും കുറ്റകൃത്യമെന്ന് നിരീക്ഷിച്ചാണ് സുപ്രീം കോടതിയുടെ നിർണായക നിലപാട്. ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത സമ്പാദ്യം തട്ടിയെടുക്കുന്ന ഏറ്റവും നീചമായ കുറ്റകൃത്യമെന്നാണ് ഡിജിറ്റൽ അറസ്റ്റിനെ സുപ്രീം കോടതി പരാമർശിച്ചത്. ഡിജിറ്റൽ അറസ്റ്റ് കേസിലെ കുറ്റവാളിയെ സഹായിച്ച ആളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. ജാമ്യാപേക്ഷ തള്ളിയ കോടതി ഇത്തരം കേസുകളിൽ ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ ജാമ്യം അനുവദിക്കാവൂ എന്നും വ്യക്തമാക്കി. സംഘടിത കുറ്റകൃത്യങ്ങളെ നിയന്ത്രിക്കുന്ന നിയമത്തിലെ വകുപ്പുകൾ ചേർത്ത് ഇത്തരം സംഭവങ്ങളിൽ കേസെടുക്കണമെന്നും കോടതി അറിയിച്ചു. ഡിജിറ്റൽ അറസ്റ്റും സൈബർ തട്ടിപ്പുകളും മോഷണം, തട്ടിപ്പ് കുറ്റകൃത്യങ്ങൾക്ക് സമാനമായി പരിഗണിക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. 3000 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് സൈബർ കുറ്റകൃത്യങ്ങൾ വഴി നടന്നിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഡിജിറ്റൽ അറസ്റ്റുകൾ സംബന്ധിച്ച് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്താൻ CBIക്ക് സുപ്രീംകോടതി കഴിഞ്ഞ വർഷം നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ജനം.